വേറെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ സിംഗിളായിട്ട് വന്നതെന്ന് തോന്നുന്നു. വേറെ ആരുമില്ല, വേറെ എല്ലാവരും സിംഗിളായിട്ട്. ഞാൻ വന്നതിന് കുറച്ച് പ്രത്യേകതയുണ്ട്. നമ്മൾ ലിഫ്റ്റ് അടിക്കാതെ നടന്നാണ് ഇവിടെ വന്നത് കൊടൈക്കനാലിൽ. എല്ലായിടത്തും വാറടി. അയ്യോ എൻ്റെ അമ്മച്ചിയെ വഴി എത്തി. നമുക്ക് ആ പൈസ കൊടുക്കണം കേട്ടോ. പോയപ്പം വേണ്ടെന്ന് പറഞ്ഞു, ചില്ലറയില്ലാത്തതുകൊണ്ട് ഞാൻ കയറി പോയതാണ്. തിരിച്ചു വേണമെങ്കിൽ എനിക്ക് താഴെ ഇങ്ങനെ പോകുന്നത് പുള്ളിയൊക്കെ തിരിഞ്ഞാൽ നിൽക്കുന്നു. അതിൻ്റെ കാര്യമില്ല, നമ്മൾ പൈസ തന്നെ കൊടുക്കും. നമുക്ക് ആരുടെയും 10 രൂപ വേണ്ട. ഓക്കെ എന്നാ പോയില്ലായിരുന്നു? അതെ. ആണോ? കൊട്ടാരക്കര എവിടെ? ഓടനാട്ടോ. ആഹാ, ചിക്കുനെ അറിയാം. ആ അറിയാം. ചിക്കുൻ ഫ്രണ്ടാണോ? ഹൈ. രണ്ട് റൈഡ് വന്നതാണ് രണ്ടുപേരും ആണല്ലേ? ആ ഒറ്റയ്ക്കേ ഉള്ളൂ. ഓക്കെ ഞാൻ ഇറങ്ങുമോ? ഞാൻ നടന്നാ വന്നേ, തിരിച്ചു പോവാം. ഓക്കെ സന്തോഷം കണ്ടു. ഓക്കെ എന്നാ ഞാൻ പോയില്ലേ? പൈസ 20 രൂപ കൊടുത്തിട്ട് 10 രൂപ പുള്ളി പൈസ മേടിച്ചില്ല. 20 രൂപ കൊടുത്താൽ 10 രൂപ തിരിച്ചു തരാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ എന്തിനാ ഈ സെക്യൂരിറ്റി ഗേറ്റിലിരിക്കുന്ന ആൾക്കാർ? ഇത്രയും ആളുകൾ വരുന്നില്ലേ? അതുകൊണ്ട് ഇതൊക്കെ നോക്ക്, ഒരു 50-60 ആളെങ്കിലും വരുന്നത്. 50 ഇപ്പം തന്നെ 50-60 ആളുകൾ പോയി. അവർക്ക് പോയിട്ട് പറ്റാത്തില്ലാന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ മേടിച്ചില്ല, തിരിച്ചു വരുമ്പോൾ കൊടുക്കണം. ഓസിനുള്ള പരിപാടി നമ്മളില്ല. ഒരു കാര്യമുണ്ട് കേട്ടോ, സംഭവം ഉണ്ടായി, പറഞ്ഞുതരാം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടയിൽ മാജിക് മഷ്റൂം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഒറിജിനൽ മഷ്റൂം ആണെന്ന് എനിക്കറിയത്തില്ല. അപ്പോഴത്തെ അവിടെ നിന്ന് ചെക്കന്മാർ മാജിക് മഷ്റൂം ആണോ എന്ന് ചേച്ചിയിട്ട് ചോദിച്ചു. അപ്പോൾ ചേച്ചി ചൂടായി. വീട്ടിൽ നിന്ന് നീക്കിത് പറഞ്ഞ് പഠിച്ചിട്ടാണെന്ന് വരുന്നതെന്നൊക്കെ ചോദിച്ചു. 500 നാണ്ടാകുമ്പോൾ രഹസ്യത്തിൽ പറയുന്നത് കേട്ടോ. അറിയത്തില്ല അതുള്ളതാണോ കള്ളമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തോ സാധനം ഉണ്ട് അവിടെ, അതായിരിക്കാം ചിലപ്പോൾ. പക്ഷെ അതിങ്ങനെ ഓപ്പണായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി കുരങ്ങന്മാരൊക്കെ ആണല്ലോ, തല ചാടൂ. ആ ഓക്കെ, സുഭാഷിനെ വിളിക്കുന്നുണ്ടോ എല്ലാവരും? ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. എല്ലാവരും ഗ്യാങ്ങായിട്ട് വരുന്നത്. ഞാനാണെന്ന് തോന്നുന്നു ഇവിടെ നടന്ന് മറ്റേ ലിഫ്റ്റൊക്കെ അടിച്ച് ഇവിടെ വരുന്നത് ആദ്യമായിട്ട്. അതിട്ടല്ല ആൾക്കാർ വരുമായിരിക്കാം, അറിയത്തില്ല. എല്ലാവരും പോകുന്നതിന് കൂടെ സോറി. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പം അങ്ങോട്ട് പോട്ടെ. ഇനി ഇവിടുന്ന് ഇനി വന്നിട്ട് തിരിച്ച് നമ്മൾ എങ്ങനെ പോകുമെന്നുള്ളതാണ്. അതായത് തിരിച്ചു വലിയ വണ്ടികളാണ് കൂടുതലുള്ളത്. എന്തായാലും ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ വരാനുള്ള സ്ഥലത്തൊക്കെ എത്തി കേട്ടോ. അതിവിടെ എത്തിപ്പെടാൻ പെട്ടെന്നുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒറ്റ റോഡിൽ നമുക്കിതെല്ലാം കാണാം എന്നുള്ളതാണ്. എല്ലായിടത്തും 5 ലിറ്റർ വെള്ളം കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി നടക്കുന്നില്ല. ഈ സാധനം മേടിച്ച് നടക്കാണ്ട് പിടിച്ചുകൊണ്ട് ബാക്കി കളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ 5 ലിറ്റർ മേടിക്കേണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും പോകുമ്പം ഒരെണ്ണം എന്തായാലും മേടിച്ച് കൈ വെച്ചേക്കാം. കാര്യം വാട്ടർ ആവശ്യമാണ്. എന്നാലും ചുമന്നോണ്ട് നടക്കണ്ട. ഇപ്പോൾ എനിക്ക് തന്നെ നടക്കാൻ വയ്യ. കുരങ്ങ് അവിടെ പോകാം. വേണ്ട ഇവിടുത്തെ ഒന്നും തിന്നാൻ പറ്റില്ല കേട്ടോ. മറ്റു കയറി കടിക്കും. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഈ കണ്ണാടി വെച്ചിരിക്കുന്ന വേറെ ഇത്രയും നടന്നു. എൻ്റെ പൊന്നെ കയ്യിലിരിക്കുന്ന. അങ്ങനെ നമ്മളിവിടെ എത്തി. ഓ അവിടെയാണ് സലീംകുമാറിൻ്റെ മോനിരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഭാഗത്തെത്തി നമ്മൾ. അങ്ങനെ കാശികളുടെ ചിലവുകളൊന്നും ഇല്ലാതെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. ഇല്ല, ഇവിടെ എല്ലാവരും ആ പടം ഫേമസ് ആയതിൻ്റെ പുറകിലാണെന്ന് തോന്നുന്നുണ്ട് ഇത്രയും ആളുകൾ ഇവിടെ സെറ്റാണല്ലോ. പണ്ടെങ്കിലും ആളുകൾ വരും, എന്നാലും കുറച്ചും കൂടെ ട്രെൻഡിങ് ആയത്
കൊച്ചിനും വയ്യ, മല കയറാനാണ്. അമ്മ മഞ്ഞുമൽ ബോയ്സ് കാണാൻ കാര്യമേ, അല്ലെങ്കിൽ അമ്മ ഈ കുഴിക്കാത്തിറങ്ങില്ലേ ചാടല്ലേ എന്നൊക്കെ പറഞ്ഞേ. പക്ഷെ കൂട്ടുകാർ പറഞ്ഞേ ചാടല്ലോ. അതിന് മേളിൽ പിന്നെ കയറാം. പഞ്ചാബ് ബ്ലോഗർ എൻ്റെ പൊന്നെ, ഇവിടെ ആയാമ്പളേടാ. ഈ മേളിൽ എങ്ങനെയാടാ സംഭവം? ഇതാണോ ഫുള്ള് കോട? സത്യം പറഞ്ഞാൽ കണ്ണാടി വെച്ചോണ്ട് വലിയ കോട ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഉണ്ടല്ലേ, ഇവിടെയൊക്കെ ആളുകളുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ടല്ലേ, ഇതാണ് ഭാഗം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഫൈനലി ഇവിടെ ടോപ്പിലാണ്. അപ്പം കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സുഭാഷ് എന്ന് പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നത്. സംഭവം പടത്തോടു കൂടി ഒന്നും കൂടെ വരാത്തവരും ഒന്നും വരണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി വന്നു തുടങ്ങിയ സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഒരുപാട് ഫാമിലീസ്, ഭയങ്കര സെറ്റപ്പ്, എല്ലാം ഫാമിലീസാണ് കേട്ടോ. വേറെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ സിംഗിളായിട്ട് വന്നതെന്ന് തോന്നുന്നു. വേറെ ആരുമില്ല, വേറെ എല്ലാവരും സിംഗിളായിട്ട്. ഞാൻ വന്നതിന് കുറച്ച് പ്രത്യേകതയുണ്ട്. നമ്മൾ ലിഫ്റ്റ് അടിക്കാതെ നടന്നാണ് ഇവിടെ വന്നത് കൊടൈക്കനാലിൽ. ഏതാ ഇങ്ങോട്ട് വൺ വേ ആയതുകൊണ്ടാണ് എനിക്ക് അതുവഴി വരാൻ പറ്റാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ലിഫ്റ്റ് അടിച്ച് തന്നെ വരത്തുള്ളായിരുന്നു. എന്തായാലും നടന്നു വന്നുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, എല്ലാവരും പോകുന്നു, പോകട്ടെ, അങ്ങനെ പോകട്ടെ. അതിൻ്റെ മേളിലൂടെ ഒന്ന് കയറി വീഡിയോ എടുത്തിട്ട് പോവാം. അല്ലെങ്കിൽ വന്നത് ഒരു കുറച്ചൊരു വ്യൂസിന് വേണ്ടി ആളുകൾ ഉള്ളൂ. ഹലോ ഗായ്സ്, ചെക്കൻ അതൊഴി കുരങ്ങനും കുരങ്ങൻ്റെ മോനും. അമ്മ കുരങ്ങൻ തള്ളക്കുരങ്ങൻ പാവട നല്ലെടുത്ത്. എൻ്റെ മോനെ ഒരു രക്ഷയിലാട്ടോ. How much na camera? 40,000. 40,000. വീഡിയോസ് അതിനും തള്ളല്ലേ എൻ്റെ ക്യാമറ ഫോണൊക്കെ എന്തോടെ ഇവിടെ. ഇങ്ങനെ ക്യാമറ ഞാൻ പിടിക്കത്തില്ല. അവിടെ പോവോ? ഇവിടുന്ന് പോട്ടെ. സോറി, മൈ ഗോഡ്, കുഞ്ഞുറങ്ങുവാണോ? പോട്ടെ. മൈ ഗോഡ്, എനിക്ക് പേടിയാണ്. കുരങ്ങനെ പേടിയാണ്. അള്ളി കഴിഞ്ഞാലേ പാടാ, പേടിയാ. മുന്നേ കിണറാ, ഇതെന്ത് കുഴിയാണോ? ഇതൊരു ചെറിയ കുഴി പോലെയാണ് കേട്ടോ. അതുപോലെ ഗ്രില്ല് വെച്ച് മറച്ചു വെച്ചിട്ടുണ്ട്. മിക്ക ആ കുഴി മാത്രമേ ഉള്ളൂ കേട്ടോ. അവർ വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, ബാക്കിയെല്ലാം ഇവിടെയാണ് അവർ ഷൂട്ട് ചെയ്തത്. അപ്പം ഇവിടുത്തുള്ള നടന്മാർക്കൊക്കെ ലൊക്കേഷൻ കൊടുക്കാനായിട്ടാണ്, ഡേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അച്ചായൻ്റെ അവിടെ വന്നതെന്ന് പറഞ്ഞു. അച്ചായനാണ് എല്ലാവരും ഡേ കൊടുത്തത്. വേണ്ട, സുഭാഷിനാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത്. നിന്റെ പൊന്നെ, ഇതെന്തോ റെസ്ലിംഗ് കുരങ്ങിൻ്റെ. ഇതൊരു UFC ഇടിയോ? കൊച്ചവനും മറ്റവനും ഒരു സെറ്റാന്ന് തോന്നുന്നു കേട്ടോ. വാട്ടൊക്കെ ഇടി, വാറ്. ഓ, ഇത് റെസ്ലിംഗ് തന്നെ സംഭവം. കടിക്കുന്നോ? എല്ലായിടത്തും വാറടി. അയ്യോ, എൻ്റെ അമ്മച്ചിയെ
അന്നെ വിറ്റ് വാറ് ഞാൻ എല്ലാം ഇടി കേട്ടോ. എൻ്റെ അമ്മച്ചിയേ ഇവിടുത്തെ രക്ഷപ്പെടട്ടെ. ഫുള്ള് പ്രശ്നം കേട്ടോ, ഫുള്ള് ആളുകളെല്ലാം ഇതായി. എവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്ന കേട്ടോ. ഒരു വീഡിയോ കണ്ടിട്ടില്ല നമ്മൾ. ഒരു വട്ടം ഞങ്ങളൊരു 6 വർഷങ്ങൾക്ക് മുന്നേ വന്നപ്പം ഞങ്ങളൊരു ഫോറസ്റ്റുകാരന് എന്തോ തുച്ഛമായ കുറച്ച് പൈസ കൊടുത്തുള്ളൂ കേട്ടോ. ഞങ്ങൾ 8-9 പേരെ അവർ ഇതിൻ്റെ അകത്തൂടെ കൊണ്ടുപോയി. ഇതിൻ്റെ അകത്തുകൂടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആ ഒരു വീഡിയോ എൻ്റെ പെൻഡ്രൈവിലുണ്ട്. ഞാൻ ഇപ്പോഴും സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുവഴിയാണ് അവർ കൊണ്ടുപോയത്. എനിക്ക് നല്ല ബലമായ ഉറപ്പാണ്. കഴിച്ച് അങ്ങനെ ആരെയും കൊണ്ടുപോകത്തില്ലായിരുന്നു. ഞങ്ങളുടെയൊക്കെ പറയും പതിയെ പറഞ്ഞേ, കമ്പൊന്നും എടുക്കല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് കേട്ടോ. അങ്ങനെ പോയ സ്ഥലമാണ്. ഇതിപ്പം എവിടെ നിന്നോടാ വരുന്നത്? ചെയ്യത്തില്ലല്ലോ. ഓക്കെ, അപ്പം ആ ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ. പക്ഷേ അവിടെ നമുക്ക് പോകാൻ പറ്റത്തില്ല. എനിക്കും മറന്നു. ഞങ്ങൾ ഇതുവഴിയാണ് കൊണ്ടുപോയത്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, 8-9 പേരുണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറ്റത്തില്ല. എവിടുന്ന് അത്രയും കണ്ടമാന കുരങ്ങൾ. നിനക്ക് തിന്നാൻ വല്ലതും കിട്ടുമോ എല്ലാവർക്കും? ഇത് മേളിലൊക്കെ ആൾക്കാരാണ് കേട്ടോ. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങനെ കോടകൾ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളൊന്നും ചെയ്യത്തില്ല കേട്ടോ, മനുഷ്യന്മാരൊന്നും ചെയ്യത്തില്ല. കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പൊന്നു മക്കളെ അമ്മമാരെ കയറി കപ്പിയിട്ടേ പോകത്തുള്ളൂ. സാധനം തട്ടിപ്പറിക്കും. അത് തട്ടിപ്പറിക്കുന്ന സാധനത്തിൽ മാത്രമല്ലായിരിക്കും പിടിക്കും. നമ്മുടെ ഷട്ടിലൊക്കെ പിടിച്ച് എറിഞ്ഞിട്ടായിരിക്കും സാധനം തട്ടിപ്പറിക്കുന്നത്. അതിൻ്റെ ആ റിസ്ക് എടുക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാനിവിടുന്ന് പോവാണ്. പിന്നത്തെ കോട്ട ഇവിടുന്ന് കഴിയും. വിസിലടി ഉണ്ട് കേട്ടോ ഇവിടുന്ന്. ഓക്കെ, എന്തായാലും ഇവിടുന്ന് പോവാം. ഇനി പോകുന്നിടത്തുള്ള കാഴ്ചയാണ്. ഇനി ഇവിടുന്ന് എങ്ങനെ പോവാം എന്നുള്ളതാണ്. ലിഫ്റ്റ് അടിച്ചിട്ട് പോക്ക് നടക്കണം, അല്ലെങ്കിൽ ഞാൻ കുഴയും. ഞാൻ ടയർഡായി. ഒന്നാമത് വെള്ളം കുടിച്ചിട്ടില്ല. മിക്കവാറും മൂത്രത്തിൽ കല്ല് വരുമോ പേടി. ഓക്കെ, എനിക്ക് ഫോട്ടോ എടുക്കണമെന്നോ അങ്ങനെയുള്ള ഒരു താല്പര്യമൊന്നുമില്ല. ഇൻസ്റ്റയിലിടാൻ മാത്രം അങ്ങനെ എടുക്കുന്നുള്ളൂ. ഫോട്ടോ എടുത്തേക്കാൻ തരും. ഓക്കെ, ഇനി പുറത്തിറങ്ങിയിട്ട് കാണാം. ഇനി അങ്ങോട്ട് പോകുന്ന കാഴ്ചകളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇവിടെ ഫോട്ടോസും എടുത്തു കൊടുക്കും കേട്ടോ ആളുകൾക്ക്. 150 രൂപയാണ് എൻ്റെ ചാർജ് വരുന്നത്. ഓക്കെ, അതാണ് സംഭവം. ചെക്കന്മാരൊക്കെ വീടുന്നു കേട്ടോ, മേളിൽ നിന്ന് ചാടുന്നു. അയ്യോ, എൻ്റെ പൊന്നെ, ആ വേരിൻ്റെ പുറത്ത് തന്നെ കുറച്ച് അമ്മ ഉണ്ടോ, അമ്മ എല്ലായിടത്തും ചാടി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഓക്കെ, അപ്പം ഇനിയുള്ള യാത്ര നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നല്ല ടയർഡായി ഞാൻ. ഇത്രയും ലഗേജ് ഇല്ലാത്ത തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞത്. കാര്യം അത്ര ലഗേജ് തൂക്കിയിട്ട് എനിക്ക് നടക്കാൻ പറ്റത്തില്ല. എൻ്റെ ഷോൾഡർ പെയിനായി. ഇതിപ്പോൾ അങ്ങനെ റൂം കിട്ടിയത് കൊണ്ട് അൽഹംദുലില്ലാ ഉഷാറായി. ഓക്കെ, എല്ലാവരും പോവാണ് കാണാൻ. വീണ്ടും പോവുകയാണ്. അവിടെ കുരങ്ങന്മാരുടെ കൂട്ടത്തല്ല, അവിടെ ഭയങ്കര കലിപ്പോമാർ. ആ വഴി എത്തി. നമുക്ക് ആ പൈസ കൊടുക്കണം കേട്ടോ. പോയപ്പം വേണ്ടെന്ന് പറഞ്ഞു. ചില്ലറയില്ലാത്തതുകൊണ്ട് ഞാൻ കയറി പോയതാണ്. തിരിച്ചു വേണമെങ്കിൽ എനിക്ക് താഴെ ഇങ്ങനെ പോകുന്നത്. പുള്ളിയൊക്കെ തിരിഞ്ഞാൽ നിൽക്കുന്നു. അതിൻ്റെ കാര്യമില്ല, നമ്മൾ പൈസ തന്നെ കൊടുക്കും. നമുക്ക് ആരുടെയും 10 രൂപ വേണ്ട. ഓക്കെ, എന്നാ പോയില്ലായിരുന്നു? അതെ, ആണോ? കൊട്ടാരക്കര എവിടെ? ഓടനാട്ടോ. ആഹാ, ചിക്കുനെ അറിയാം. ആ അറിയാം. ചിക്കൻ ഫ്രണ്ടാണോ? ഹായ്. റൈഡ് വന്നതാണ് രണ്ടുപേരും ആണല്ലേ? ആ, ഒറ്റയ്ക്കേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇറങ്ങുമോ? ഞാൻ നടന്നാ വന്നേ. തിരിച്ചു പോവാം. ഓക്കെ, സന്തോഷം കണ്ടു. ഓക്കെ, എന്നാ ഞാൻ പോയില്ലേ പൈസ? ആ, പുള്ളി വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. നീ പോയിക്കടാന്ന്. കൊടുക്കാനുള്ള മര്യാദ നമ്മുടെയാണ് കേട്ടോ. അത് മേടിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ മര്യാദയാണ്. ഇനി ഇവിടുന്ന് ഞാൻ പോകേണ്ട സ്ഥലം എവിടെയാണ്? പോകേണ്ട സ്ഥലമാണ് എനിക്ക് ആരുടെങ്കിലും ചോദിക്കണം ഇതുവഴിയാണ് പോകേണ്ടതെന്നുള്ളത്. ആ ജീപ്പാൻ്റെ ചോദിക്കണം. ഓക്കെ, അങ്ങനെല്ലാം ചെക്കന്മാരാണ് എല്ലാം. ഈ മഷ്റൂം മാമാനം പറഞ്ഞ് നടക്കുകയാണല്ലേ എല്ലാം. ബോഡിയും ഇതൊക്കെ വീക്കാക്കാൻ വേണ്ടിയിട്ട്. ആരും ഇറക്കണം അമ്മ ചോദിക്കാനായിട്ട്. ടാക്സി എവിടെ നിന്ന് പറയുന്നത്? ടാക്സി ചോദിക്കും. அண்ணா இங்கேருந்து திரும்பி போக எங்கண்ணா வழி? எங்கே போகணும்? இப்படி எந்த பக்கம் போகணும்?
இந்த பக்கம் போக കഴിഞ്ഞാൽ എവിടെ പോകും നമുക്ക്? சிட்டி கொடைக்கானல் சிட்டி போயிடும். கொடைக்கானல் சிட்டி போகும். சிட்டி ആ ലേക്ക് பக்கத்துல போகும். லேக் போயிடும். இங்கிட்டு போனா திரும்பி மோயர் பண்ணி தான் போகும். ഞാൻ இங்கேருந்து வந்தேன். இந்த பக்கம் போயிடும். இப்படி வண்டி போகல? இப்படி போனா ஒன் வே போக முடியாது. இந்த பக்கமே போயிடும் நீ. ஓகே ஒன் வே. അല്ല ഞാൻ എൻ്റെ റൂം அந்த பக்கம். அந்த விஜேபி நகர் தெரியுமா? விஜேபி அப்சர்வேட்டி தானே? ஆ இந்த வே போயிடலாம். அந்த ഡാനിഷ് റെസ്റ്റോറന്റ് ഇതിലേ പോയിடும். ഇതിലേ പോയാൽ മതി പോതും? ഓക്കെ ഞാൻ ഇതുവഴിയാണ് വന്നത്. അതാ ചോദിച്ചത്. ഓക്കെ താങ്ക് യു. ഞാൻ ഇതുവഴിയാണ് വന്നത്. ഇത് വൺ വേ ആണ്. തിരിച്ച് അതുവഴിയും പോവാം കേട്ടോ. പുള്ളി പറഞ്ഞു ഇതുവഴി പോകാൻ പറഞ്ഞു. ഓക്കെ ഇതാണ് കടി. ഞാനിവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് വേണം പോവാൻ. അവിടെ പോയാൽ ഞാൻ പെട്ടു പോവോ എന്നൊരു ഡൗട്ട്. എനിക്ക് ഇത്രയും ലോങ് ഏതാ വഴി? ഈ വഴിക്ക് ഇറങ്ങിയാണ് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ ബജ്ജി വെള്ളം ഒക്കെ ഇവിടുത്തെ കടകളാണ്. കണ്ടില്ലേ? വാട്ടർ. ഇത് ഏത് വഴിയാണെന്ന് തിരിത്തില്ലല്ലോ. ഞാൻ ഇതുവഴിയല്ലേ പോയ കയറി. ഇതുവഴി തന്നെ പോകണം. അപ്പോൾ ഇതെങ്ങനെടാ വഴി? കറക്റ്റ് ആവുന്നില്ലല്ലോ. ഓ സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത് കേട്ടോ. വേറെ അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഫുള്ള് പരിപാടി. ഓക്കെ ഞാനിനി ഇവിടെ നിന്ന് തിരിച്ചു പോകണം. ലിഫ്റ്റ് കിട്ടണം. ഓക്കെ എന്തായാലും നോക്കാം. സ്ഥലം കണ്ടു കഴിഞ്ഞു. എന്താ ആള് അല്ലേ? ഞാൻ സെക്യൂരിറ്റിയെ കുറിച്ച് പറയാൻ പറഞ്ഞു. പാവം അല്ല വേണ്ടടാ പോങ്കടാ നീ പോടാ. ഞാൻ ഫ്രണ്ടിൽ വെച്ച് നമ്മുടെ ഇനി ലിഫ്റ്റ് കിട്ടുമോ? എനിക്ക് ലിഫ്റ്റ് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ കഷ്ടപ്പെടും. നോക്കാം എന്തായാലും. ബൈ ബൈ. ഹായ്. മറ്റേ അമൂലിൻ്റെ പരസ്യത്തിൽ പശു. ഓക്കെ ഇവിടെ നിന്ന് ഇനി ആരെങ്കിലും വരുമോ ഇല്ലയോ അതാണ് അറിയേണ്ടത്. ഹായ്. Where is the